ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മഹാവിഷ്ണു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 108 ഫീറ്റ് ഉയരത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ശില്പം ഉള്ളത്. അതിവിടെ ബാംഗ്ലൂരിലെ എജിപുര എന്ന് പറയുന്ന സ്ഥലത്താണ്. എജിപുര. ഞാനിപ്പോൾ ഉള്ളത് ഇന്ദിരാനഗറിലാണ്. ഇന്ദിരാനഗറിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നു എജിപുരയിലേക്ക്, ആ ശില്പം കാണാനും ആ അമ്പലത്തിൽ പോയിട്ട് തൊഴുകാനൊക്കെ ആയിട്ട്. സോ നിങ്ങളും എൻ്റെ കൂടെ ഡിജിറ്റലി ആ യാത്രയ്ക്ക് കൂടെ വരൂ. നമുക്ക് കാണാം 108 ഫീറ്റ് ഉയരത്തിലുള്ള കോദണ്ഡ രാമസ്വാമി. ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ. ബാംഗ്ലൂരിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് ചില ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനും ഇന്ദിരാനഗറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു 3 ദിവസമായി. വേറെയും കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗ് ഈ ഒരു ടെമ്പിൾ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടുന്ന് 201G എന്ന് പറയുന്ന BMTCയുടെ ബസ്സിൽ കയറിയാൽ എജിപുര ടെമ്പിളിന് മുന്നിൽ പോയി ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ആ ബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുവാണ് ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷന് മുന്നിൽ. എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. ആ തണുപ്പ് കലർന്ന ക്ലൈമറ്റ് ഉണ്ടല്ലോ, വെറുതെ അല്ല ബാംഗ്ലൂരിൽ വന്ന ആൾക്കാർ ഇവിടുന്ന് പോവാത്തത്. അതിനൊരു കാരണം ഈ മരങ്ങളാണ്. ബാംഗ്ലൂർ സിറ്റിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ തൽക്കാലം ഒരു ഫ്രൂട്ട് ബഞ്ചാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ഒരു ലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം വന്ന 201G ഒക്കെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തിരക്കൊക്കെ ഒഴിഞ്ഞൊരു ബസ്സിൽ കയറിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ബസ്സിൽ കോർമംഗല സോണി വേൾഡ് സിഗ്നലിൻ്റെ അവിടെ ഇറങ്ങി. അവിടുന്ന് ഒരു 800 മീറ്റർ നടന്നാൽ നമ്മൾ ഈ പറഞ്ഞ അമ്പലത്തിലേക്ക് എത്താം. നടന്നു പോകുന്ന വഴിയിൽ കടകളിലൊക്കെ ആയിട്ട് ഗണപതിമാരിയ്ക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഗണേശോത്സവമാണേ. നമ്മുടെ അവിടെ ഉള്ള പോലെ അമ്പലങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ വീടുകളിലും ആൾക്കാർ ഗണപതിയെ വെക്കും. എന്നിട്ട് ഗണേശോത്സവം കഴിഞ്ഞിട്ട് നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറേ ആളുകളുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഇങ്ങനെ ഗണപതി ശില്പങ്ങൾ ഉണ്ടാക്കുന്നതും അത് വിൽക്കുന്നതൊക്കെ. ബസ് സ്റ്റോപ്പിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന 800 മീറ്റർ ദൂരം അത്യാവശ്യം നാരോ റോഡാണ്. പിന്നെ കുറേ വീടുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും ഇടയിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സ്റ്റാച്ചു ആയിട്ട് പോലും നമുക്ക് വരുന്ന വഴി എവിടെയും അതിൻ്റെ ഒരു ട്രേസസ് ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതാ 108 ഫീറ്റ് ഉയരത്തിലുള്ള ശ്രീരാമസ്വാമി, കോദണ്ഡ രാമസ്വാമി. ഇപ്പോഴും ബാംഗ്ലൂരിലുള്ള കുറേ പേർക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പം ഇങ്ങനെ വരുന്ന വഴിയൊക്കെ വഴി ചോദിച്ചപ്പോഴേ അതിന് കാരണമൊന്നുമല്ല, അമ്പലം പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ ഈ ഒരു ശില്പം ഇവിടെ സ്ഥാപിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ജൂൺ 2-നാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത്. ഇത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്ക് അടുത്ത ഒരു വില്ലേജിൽ നിന്നാണ് കൊടുന്നത്. ഈ ശില്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 108 ഫീറ്റ് മാത്രമല്ല, 420 ടണ്ണാണ് ഇതിന്റെ വെയിറ്റ്. ഓക്കെ, അതൊരു ഒറ്റ കല്ലിലാണ്. ആ ഒരു അവിടെ ഒരു ക്വാറിയിൽ നിന്നും ആ ഒറ്റ കല്ലിലായിട്ടാണ് അത് ശില്പത്തിന്റെ പണികളൊക്കെ നടത്തിയത്. എന്തായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ശില്പം. 6 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 2019 മെയ്യിലാണ് ആ ഒരു ശില്പം തിരുവണ്ണാമലയ്ക്ക് അടുത്തുള്ള കൊറക്കോട്ടൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രെയിലർ ലോറി വഴി കൊണ്ടുവന്നത്. അപ്പോൾ പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഈ ശില്പം കാണാനൊക്കെ വഴികളിലൊക്കെ തടിച്ചുകൂടി. അങ്ങനെ ന്യൂസിൽ വലിയധികം പ്രാധാന്യമുള്ളൊരു വാർത്തയായിരുന്നു ആ ഒരു സമയത്ത്. 2019 സമയത്ത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കും അത് അറിയാമായിരുന്നു. യൂട്യൂബ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ലഭ്യമാണ്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന രൂപത്തിലേക്കൊക്കെ മാറ്റങ്ങൾ നടത്തിയത്. ഏതാണ്ട് 6 വർഷങ്ങൾ എടുത്തു. പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അർജുനന് മഹാവിഷ്ണു ഗീതോപദേശം നൽകിയ സമയത്ത് വിരാട രൂപത്തിലാണ് ആഗതനായതെന്ന്. കൈനിറയെ ആയുധങ്ങളുമായി ആ വിരാട രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ശില്പം കാണാൻ സാധിക്കുന്നത്. ശില്പത്തിന് മുകളിലായി അനന്തനാഗവും. ഈ ശില്പത്തിന് പല മുഖങ്ങളുണ്ടെങ്കിലും ഇതിലെ മുഖ്യമായ മുഖം തിരുപ്പതിയിലെ ശ്രീ വെങ്കിടാചലപതി ഭഗവാന്റെയാണ്. ലോകത്തിലെ ഏറ്റവും ധനികമായ ക്ഷേത്രവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ദിനംപ്രതി ദർശനത്തിന് എത്തുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണല്ലോ തിരുപ്പതി. ഒരുപക്ഷെ മലയാളം യൂട്യൂബ് ചാനൽസിന്റെ ചരിത്രത്തിൽ ഈ ഒരു ക്ഷേത്രം വ്ളോഗ് ചെയ്യുന്ന ആദ്യത്തെ ആൾ ചിലപ്പോൾ ഞാനായിരിക്കാം. ഉറപ്പില്ല. കാരണം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ മലയാളം ചാനലൊന്നും മലയാളം വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ആസ് എ ടെമ്പിൾ സ്റ്റാർ.
അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീ വിശ്വരൂപ പാദ ദർശനത്തിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അല്ലാത്ത നോർമൽ ദർശനം നമുക്കിപ്പോൾ കാണുന്ന ദർശനത്തിന് ഫ്രീ തന്നെയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. ഒരുപക്ഷെ ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ. ആളുകളൊക്കെ കേട്ടറിഞ്ഞ് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗോപുരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എസ്പെഷ്യലി ടെമ്പിളിൻ്റെ ടൈമിങ്സ് രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ്. അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ആണ് ഈ ടെമ്പിൾ ഓപ്പൺ ആയിരിക്കുന്നത് എല്ലാ ദിവസവും. പിന്നെ ചില ദിവസങ്ങളിൽ ഈ പൂജയൊക്കെ കാരണം ചിലപ്പോൾ കുറച്ച് ഡിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷെ രാവിലെ 6 to വൈകുന്നേരം 9. പിന്നെ ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ വന്ന പോലെ വരുവാണെങ്കിൽ, ഞാനിപ്പോൾ വന്നത് ഇന്ദിരാനഗറിൽ നിന്ന് കോറമംഗലം വന്നിട്ട് കോറമംഗലയിൽ നിന്ന് നടന്നാണ് വന്നത്. കോറമംഗലം സോണി വേൾഡിൻ്റെ അവിടുന്ന് നിങ്ങൾക്ക് ഒരു റാപ്പിഡോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് വരാം. 1 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ഈ അമ്പലത്തിന് തൊട്ട് മുന്നിലേക്ക് എന്തായാലും ബസ് വരില്ല. ഒരു 1 കിലോമീറ്റർ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ട് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ ഞാനിതിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഇതുപോലെ തന്നെ 2 വർഷം മുമ്പ് 102 ഫീറ്റ് ഉയരത്തിലുള്ള ഹനുമാൻ ശില്പം ബാംഗ്ലൂരിലെ അഗാര ക്ഷേത്രത്തിലെ നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഞാൻ കൊടുക്കാം, കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ ക്ഷേത്രത്തിന് 75 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്തെന്നിരുന്നാലും ഇവിടെ ഒരു പ്രോപ്പർ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കരുതുന്നു. കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നതോടുകൂടി ദേവസ്വം ആ കാര്യത്തിലും കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ അകത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. എഴുതിട്ട് വന്നു, ഒരു അർച്ചനയും കഴിച്ചു. ഈ ഒരു കാര്യം ഉറപ്പാണ്, ഈ ടെമ്പിള് കാണാൻ വേണ്ടിയിട്ട് മാത്രം ബാംഗ്ലൂർക്ക് ആൾക്കാർ വരും 1 വർഷം കഴിഞ്ഞാൽ. അപ്പൊ അത് ആളുകൾക്ക് അങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ HAL എയർപോർട്ട് തൊട്ടപ്പുറത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം കേൾക്കാം. കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ, അതിനുശേഷം ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം. പോവാൻ തോന്നുന്നില്ല, അത്രയും ഒരു പോസിറ്റീവ് ഫീല്. ശ്രീനിവാസ ഗോവിന്ദ, ശ്രീ വെങ്കടേശ ഗോവിന്ദ, ഭക്തവത്സല ഗോവിന്ദ, ഭാഗവത പ്രിയ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, വെങ്കടരമണ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, വെങ്കടരമണ ഗോവിന്ദ, നിത്യനിർമ്മല ഗോവിന്ദ, നീലമേഘ ശ്യാമ ഗോവിന്ദ, പുരാണ പുരുഷ ഗോവിന്ദ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്തിഗാനമാണത്. കാരണം ആ ഒരു ഗാനം കേൾക്കുമ്പോൾ നമ്മൾ തിരുപ്പതിയിലെത്തിയതും ആ ഒരു ഫീലാണ് കിട്ടുക. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ആചാര്യന്മാർ കൂടുതലും കന്നഡേനേക്കാളും തെലുങ്കാണ് സംസാരിക്കുന്നത് കേട്ട്. എനിക്ക് 2 സ്റ്റേറ്റിലും ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കന്നഡയും തെലുങ്കും കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങാനുള്ള സമയമായി. ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ശില്പം ഇവിടെ സ്ഥാപിച്ച, അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ ബാംഗ്ലൂർ എജിപുരയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു. സോ ഈ ഒരു ക്ഷേത്രവും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർന്നും ബാംഗ്ലൂരിലെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അത് നമുക്ക് വലിയൊരു ഉപകാരമാണ്. വീഡിയോസ് കൂടുതൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. അപ്പോൾ അർജുൻ വ്ളോഗ്സ് മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. ബൈ.